മെധാസുക്തം ബുദ്ധിയുടെയും ഏകാഗ്രതയുടെയും ഒരു വേദീയ ഉപകരണം. മെധാസുക്തം യജുർവേദത്തിൽ നിന്നുള്ള ഒരു സ്തുതിയാണ്. പക്ഷേ മെധയുടെ ബുദ്ധി, ജ്ഞദർശനം, മാനസിക പ്രസന്നത ഇതിന്റെ പ്രതിധ്വനികൾ ഋഗ്വേദത്തിലെയും അടങ്ങുന്നുണ്ട്. പഴയ കാലങ്ങളിൽ യോദ്ധാക്കൾ ആയുധങ്ങൾ മാത്രം തെളിപ്പിച്ചിരുന്നില്ല, അവരുടെ മനസ്സുകളും അതുപോലെ ശസ്തമാക്കുകയായിരുന്നു. യുദ്ധത്തിന് മുമ്പ് അവർ മെധാസുക്തം ജപിച്ചിരുന്നു. അനുഗ്രഹത്തിനായി അല്ല, മറിച്ച് കൃത്യതക്കും വ്യക്തതക്കും ഉള്ളിലെ സ്ഥിരതയ്ക്കുമായിരുന്നു. ഇന്നത്തെ യുദ്ധങ്ങൾ വാൾ കൊണ്ടല്ല, അവ ശാന്തതയിൽ നടക്കുന്നു. ക്ലാസുകളിൽ, പരീക്ഷാ പേപ്പറുകളിൽ, ചഞ്ചലമായ മനസ്സുകളുടെ ഉള്ളിൽ. പക്ഷേ ആവശ്യം ഇന്നും അതേ തന്നെയാണ്: വ്യക്തത, ഓർമ്മശക്തി, നിയന്ത്രണം. അതുകൊണ്ടാണ് ഈ സ്തുതി ഇന്നും അസാധാരണമായി ബാധകമാകുന്നത്. ഇതിലെ ഏറ്റവും ശക്തമായ ചില ശ്ലോകങ്ങൾ ഇവയാണ്. മെധാം മാ ഇന്ദ്രോ ദദാതു. ഇന്ദ്രൻ എന്നെ മെധ, അതായത് മനസ്സിന്റെ ഉഗ്രമായ വ്യക്തത നൽകട്ടെ. ദൂരെയുള്ള ഒരു ദൈവമല്ല, മറിച്ച് മനസ്സിന്റെ തിടുക്കമുള്ള കാറ്റുപോലെയുള്ള ഊർജം, ആശയക്കുഴപ്പം വെട്ടിനിരത്തുന്ന ബുദ്ധിശക്തി. മെധാം ദേവി സരസ്വതി. ചിന്തയുടെ നദിയായ സരസ്വതി എന്നിൽ മെധയായി ഒഴുകട്ടെ. ഇത് വാക്കുകളിൽ ഒതുങ്ങുന്നില്ല. അവളാണ് വികീർണമായ ആശയങ്ങളെ അർത്ഥത്തിലേക്ക് തന്നു നയിക്കുന്ന ശാന്തമായ തീരാനുള്ള പാത. മെധാം മേ അശ്വിനൗ ഉഭാവ ആധത്താം പുഷ്കരസ്രജ. പുഷ്പമാലകൾ ധരിച്ച അശ്വിനി ദേവതകൾ എന്റെ ബുദ്ധിയെ ആധാരപ്പെടുത്തട്ടെ. അവർ സമ്മർദ്ദം ഉയരുമ്പോഴും സ്ഥിരതയോടെ നിലനിൽക്കാനുള്ള തുലാസ്വഭാവം നൽകുന്നു. ഈ സൂക്തം സ്ഥിരമായി കേൾക്കുന്നവർക്കും ജപിക്കുന്നവർക്കും കൂടുതൽ ഏകാഗ്രതയും സ്ഥിരമായ ഓർമ്മശക്തിയും കൂടുതൽ ശാന്തതയുമാണ് അനുഭവപ്പെടുന്നത്, പ്രത്യേകിച്ച് അമിത സമ്മർദ്ദമുള്ള സമയങ്ങളിൽ. വരികൾ ചെറുതാണ്, അവ ആവർത്തിക്കപ്പെടുന്നു, അത് യാദൃച്ഛികമല്ല. താളത്തിലൂടെയും ശബ്ദത്തിലൂടെയും അവ മനസ്സിൽ പതിയാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഈ ജപം തന്നെ ഒരു പരിശീലനമായി മാറുന്നു. കാലക്രമേണ ഇതിലേക്ക് മടങ്ങിവരുന്നവർ ചെറിയ മാറ്റങ്ങളെക്കുറിച്ച് പറയുന്നു. വ്യക്തമായ ചിന്ത, കൂടുതൽ സ്ഥിരതയുള്ള ശ്രദ്ധ. ഒരിക്കൽ ശബ്ദം നിറഞ്ഞിരുന്നു എന്ന് തോന്നിയ നിമിഷങ്ങളിൽ കുറച്ച് കൂടുതലായി ശാന്തത. നിങ്ങൾക്ക് സംസ്കൃതം അറിയേണ്ടതില്ല, ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് വിശദീകരിക്കേണ്ടതുമില്ല. വാക്കുകൾക്ക് വിശദീകരിക്കാം, പക്ഷേ ശബ്ദം മാറ്റം വരുത്തും. അർത്ഥം അവസാനിക്കുന്നിടത്ത് ശബ്ദം തുടരുന്നു, ശാന്തമായും ആഴത്തിലുള്ളതുമായി. മെധ ശബ്ദത്തോടെ കുരുതി ചെയ്തു വരുന്നില്ല. അവൾ ശാന്തതയിൽ നിവൃത്തിയാകുന്നു. അവൾ നിശ്ചലതയിൽ ആധാരപ്പെടുന്നു. അവൾ നിലനിൽക്കുന്നു. ഇപ്പോൾ മെധാസുക്തത്തിന്റെ വരികൾ സംസാരിക്കട്ടെ, നിങ്ങളുടെ മനസ്സിലേക്കും അതിന്റെ പിന്നിലുള്ള ആന്തരിക അന്തരീക്ഷത്തിലേക്കും. ത്വയാ ജുഷ്ട ഋഷിർഭവതി ദേവി ത്വയാ ബ്രഹ്മാഗത ശ്രീരുത ത്വയാ